ചെണ്ട എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ചെണ്ടയല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ വാദ്യകല വളരെ റിച്ചാണ്, വളരെ സമൃദ്ധമാണ് കേരളത്തിൻ്റെ താളവാദ്യകല. ഞാനൊരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛൻ്റെ വീട് മഞ്ഞപ്പറ എന്ന് പറയുന്നൊരു ചെറിയ കുഗ്രാമമാണ്. MD രാമനാഥൻ്റെ നാടാണത്. അവിടെ നിന്ന് ജനിച്ചു വന്നുകൊണ്ടായിരിക്കാം ഞാനിത് ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ തന്നെ എന്നിലൊരു സംഗീതത്തിൻ്റെ താളബോധം ഉണ്ടായത്. ഒരു പാലക്കാടൻ സമ്പ്രദായത്തിൻ്റെ അടന്ത കൂറിൻ്റെ ശബ്ദം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെച്ച് ഞാൻ എൻ്റെ മനസ്സിലുള്ള താളബോധത്തെ ഉയർത്തെണീറ്റപ്പോൾ ഒരു കാഞ്ഞിലശ്ശേരി ബാബു എന്ന് പറയുന്ന ആളുടെ മാരാത്ത് പോയിട്ട് കൊട്ട് പഠിക്കാൻ പോകണം. തക്കിട്ട തരികിട്ട കൊട്ടി പഠിച്ചുകൊണ്ടിരിക്കണം. വേർത്ത് കുളിച്ച് കയ്യൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് ചോറ് കിട്ടും. ആർത്തിയോടുകൂടി ആ ചോറുണ്ട് ഇങ്ങനെ വന്ന് ഞങ്ങളുടെ തായമ്പയുടെയും എണ്ണങ്ങളും മേളത്തിൻ്റെ എണ്ണങ്ങളും ഒക്കെ സ്വായത്തമാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എൻ്റെ നാട്ടിലേക്ക് എറണാകുളത്ത് ഞാൻ സെറ്റിൽ ചെയ്ത ഇടയ്ക്ക് ട്രാൻസ്ഫർ വന്നപ്പോൾ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് ചെണ്ട എടുക്കാറായ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ചെണ്ട കൊട്ടാൻ പറ്റില്ല. ചെണ്ട കൊട്ടിക്കഴിഞ്ഞാൽ ആളുകൾ എൻ്റെ മണ്ടയിൽ കൊട്ടും എന്നുള്ള അവസ്ഥയിലായി. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ജയറാം എന്ന് പറയുന്ന നടൻ വന്നിട്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും പാറമേക്കാവിലും അല്ലെങ്കിൽ പെരുമ്പാവൂരും അല്ലെങ്കിൽ ഓരോ മേളത്തിനും ഇങ്ങനെ കൊട്ടി ഇങ്ങനെ പ്രമാണം കൊട്ടിക്കൊണ്ട് ഇങ്ങനെ നിന്ന് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ ഈ കല ഞാൻ അഭ്യസിച്ചിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന, ആത്മദുഃഖം അനുഭവിക്കുന്ന ഒരു വാദ്യകലാകാരൻ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതിൻ്റെ ഈ ഒരു ബഹിസ്ഫുരണമായിട്ട് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഇതുപോലെ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ നല്ല നല്ല കലാകാരന്മാരെക്കുറിച്ച് ഞാൻ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലൂടെ പറയാനും ആ വാദ്യ നിരൂപണ രംഗത്തേക്ക് കടക്കാനും അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെയുള്ളവരെ എനിക്ക് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ഈ ദുഃഖത്തിൻ്റെ മറുവശത്ത് ഒരു ആത്മസംതൃപ്തി എന്നിൽ എന്ന വാദ്യ കലാകാരനോടെ ഇവരെ അവതരിപ്പിക്കുന്നത്. ചിട്ടാൽ പമ്പ പാപം മരിച്ചിടാൻ പമ്പ പാപനാശിനി പമ്പ. പാപം മരിച്ചിട്ടാൽ പമ്പ പാപം മരിച്ചിടാൻ പമ്പ പാപനാശിനി പമ്പ പുണ്യപൂർണദായിനി പമ്പ പമ്പേ അമ്പേ പാലാഴി പോലും നിനക്കു പിമ്പേ. ഇത് ഞാൻ എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ പാട്ടിൽ എഴുതുമ്പോൾ നമ്മുടെ ഭക്തിയെ മാത്രമല്ല അതിലെ പാട്ടിലേക്ക് കൊണ്ടുവരുന്ന പല പല വശങ്ങളുണ്ട്. ഞാൻ ഈ ഭക്തിഗാനം എഴുതുമ്പോൾ വെറുതെ അയ്യപ്പ അഭിഷേകം എന്നൊന്നും പറഞ്ഞിട്ടല്ല എഴുതുക. നിറച്ച് നമ്മളതിനുള്ള ഗവേഷണങ്ങൾ പാട്ട് സാഹിത്യത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയി അയ്യപ്പൻ്റെ ഞാൻ തന്നെ 10-700 പാട്ടുകൾ എഴുതിയപ്പോൾ യേശുദാസ് എന്നെ വിളിച്ചു, ഇനി എന്ത് എഴുതുവാടാ ഈ അയ്യപ്പനെ പറ്റിയെന്ന് വെച്ചു. ഞാൻ അതിന് മറുപടി കാണിച്ചു കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാവരെ പറ്റി അയ്യപ്പൻ്റെ സാഹിത്യത്തിൽ ധാരാളം പറഞ്ഞ എല്ലാവർക്കും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ ബന്ധം ശബരിമലയുമായിട്ടുണ്ട്. മാമൻ മാപ്പിളയുടെ ഒക്കെ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. കൊച്ചുതമ്മൻ മുതലാളി, കൊച്ചുമ്മൻ എന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരാളുണ്ട്. ശബരിമല കത്തിപ്പോയി കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടറായിട്ട് ചെന്ന് പണിയുകയും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പണി തീർത്തതിന് ശേഷം അയ്യപ്പ ഭക്തനാവുകയും പിന്നെ പോകാൻ കഴിയാത്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് സ്വപ്നത്തിൽ അയ്യപ്പൻ വന്ന് പറഞ്ഞു, നീ വരണമെന്നില്ല, അർത്തുങ്കൽ പള്ളിയിൽ എൻ്റെ ദേവസ്ഥാനം തന്നെയാണ്, അവിടെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയും. ഇന്നും ആലപ്പുഴയിൽ പോകുന്ന ഭക്തന്മാർ അവിടെ വന്നിട്ടാണ് മാല ഉയരുന്നത്. ഇതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് ആൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ കഥ ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്ടർ SK നായരുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചരിത്രം എടുത്ത് ദാസേട്ടൻ്റെ അടുത്ത് അവതരിച്ചപ്പോൾ ശാസ്ത്രേട്ടൻ പറഞ്ഞു ക്രിസ്ത്യാനിക്കും അപ്പോൾ ശബരിമലയിൽ സ്ഥാനം ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് വെറുതെ അങ്ങനെ വന്നിട്ട് അഭിഷേകമാണ് അതുകൊണ്ട് ഞാൻ അയ്യപ്പ സ്വാമിയെ എന്ന് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ഇപ്പോൾ പാട്ടുണ്ടാക്കണ കുറേ ചാടിപ്പാടുന്നത്. എന്നിട്ട് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നാൾ ചോദിച്ചപ്പോൾ ഈ ശബരിമലയ്ക്കൊക്കെ സാധാരണ ടെമ്പോയിലാണ് പോയത്, അപ്പോൾ അതിൻ്റെ ടെമ്പോയിലൊരു പാട്ട് വേണം. കുരുത്തം കെട്ടവൻ കുരുത്തം കെട്ടവൻ കുരുത്തം കെട്ടവൻ എന്നാണ് ഇന്നത്തെ പാട്ടുണ്ടാക്കുന്നത്. നമ്മൾ ഗുരുത്വം ഉള്ളവനായി തീരാനാണ് പറഞ്ഞത്. ചെമ്പൈ സ്വാമിയുടെ ഗുരുത്വം കൊണ്ടാണ് ഞാൻ ഈ പാട്ട് മുഴുവൻ പാടുന്നതെന്ന് മഹാനായ ഗാനഗന്ധർവൻ യേശുദാസ് പറഞ്ഞു, അല്ലാതെ എൻ്റെ പാണ്ഡിത്യം അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗുരുത്വം ഇല്ലാത്തവനെ കുറിച്ചാണ് നമ്മളുടെ പാട്ടിൻ്റെ സാഹിത്യവും ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആധ്യാത്മികതയും ഭക്തിയും ഒക്കെ ചിന്തിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഭക്തി ഉണ്ടാവില്ല, പാട്ടും ഉണ്ടാവില്ല, സംഗീതം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കുട്ടികൾ ആ ഭക്തിയെ അതിൻ്റെ ശുദ്ധിയോടുകൂടി അതിൻ്റെ സെൻസിറ്റിയോടുകൂടി കാണുന്നില്ല എന്നുള്ള നിലയ്ക്കാണ് അത് അപകടം പറ്റിയിരിക്കുന്നത്. പാട്ടുകാർക്ക് അവകാശമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പാട്ടുകാർക്ക് മാത്രമേ പാട്ടുകാരൻ്റേത് മാത്രമായിട്ടാണ് ഇന്ന് അടയാളപ്പെടുത്തുന്നത്. 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ളൊരു പാട്ട് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമാന്യ ജനത്തിലുള്ള കുട്ടികൾ യേശുദാസിൻ്റെ ആണെന്ന് പറയും. അത് എഴുതിയ വയലാർ രാമവർമ്മയുടെ സർഗസൃഷ്ടി എവിടെ പോയി? അത് കമ്പോസ് ചെയ്ത ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീത സൃഷ്ടി എവിടെ പോയി? യേശുദാസിൻ്റെതും കൂടെയാണ് ആ പാട്ട് എന്നല്ലാതെ ഇത് പാട്ടുകാരനിൽ മാത്രം അടയാളപ്പെടുത്തുന്നു എന്നുള്ളവിടെയാണ് ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത്. എന്തായാലും അതല്ല വിഷയം. വിഷയം റോയൽറ്റിയുടെയാണ്. റോയൽറ്റി ഇപ്പോൾ കൊടുക്കുന്നത് ഗാനരചയിതാവിന് 20%, സംഗീത സംവിധായകന് 30%, അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ബാക്കി 50% അപ്പോൾ പാട്ടുകാരന് കിട്ടുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് അതിനെ പിടികിട്ടുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഞാൻ കണ്ടുപിടിച്ച ഒരു യുക്തി ഇതിൽ മനസ്സിൽ കണ്ട് ഇപ്പോൾ കൊടുക്കാത്തതിൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഗാനരചയിതാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കവി എന്ന് പറയുന്ന ആൾ ഒരു സ്രഷ്ടാവാണ്, ഒരു ക്രിയേറ്ററാണ്. അയാൾ ഒരു പുതിയ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് ഞാൻ പുതിയ ഒരു പാട്ട് ഉണ്ടാക്കണം, ആരോടും പറയാണ്ട് ഞാൻ എഴുതി ഉണ്ടാക്കണത്. അതിന് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ സൃഷ്ടാവാണ്. അയാൾ പുതിയ ട്യൂൺ ഉണ്ടാക്കണം, ഒരു സൃഷ്ടാവാണ്, ഒരു കമ്പോസർ, ഒരു ക്രിയേറ്ററാണ്. മൂന്നാമത് ഇത് പാടിച്ചെടുക്കുമ്പോൾ പാട്ടുകാരൻ ഒരു പെർഫോമർ മാത്രമാണ്, ക്രിയേറ്റർ അല്ല. ഞാൻ ദോഷം പറയുകയല്ല. ഇന്നത്തെ കവികൾ എഴുതുന്ന ഒരു സാധനം രണ്ടാമൊന്നും ഓർത്ത് ചൊല്ലാൻ വിഷമമാണ്. ആ കവിക്ക് തന്നെ സാധ്യമല്ല. ഗാനനിരൂപണം എന്ന് പറയുന്ന ശാഖ തന്നെ ഇപ്പം ഇല്ല. അത് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ള എല്ലാ സാഹിത്യത്തിലും ഇതിലൊക്കെ ഉണ്ട്. ഇപ്പോൾ സിനിമാ നിരൂപണം തന്നെ ഇല്ല. കോഴിക്കോടൻ്റെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി അത് തന്നെ ഇല്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെ നിരൂപണം ചെയ്യപ്പെടാത്തതുകൊണ്ട് എന്ത് കോമാളിത്തരവും എവനും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ ഇത് വളർന്നിട്ട് നമ്മൾ അഭിരുചികളൊക്കെ മാറി എന്ത് കേട്ടാലും അതങ്ങനെയാണ്, അതിൻ്റെ ഗ്രാമറില്ല, ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ എവിടെയെങ്കിലും ഇത് ശാസിച്ച് നിർത്താൻ ഒരു നിരൂപകൻ, കൃത്യമായിട്ട് അതിനെ വിലയിരുത്താൻ, അത് വിലയിരുത്തുമ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള സംവിധായകർ, അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു നമ്മൾക്കൊരു വടി കാണിച്ചു കൊടുക്കാനുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ശാഖയ്ക്കൊക്കെ ഒരു നല്ലതാണ്, ഒരു അടിസ്ഥാനം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഈ ഇത് എഴുതുന്നതിനെക്കുറിച്ചുള്ള വിമർശനം വരുമ്പോഴും വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള തേജോവധങ്ങളായിട്ട് മാറാറുണ്ട്. നമ്മുടെ സാഹിത്യത്തിലും ഉണ്ടാവാറുണ്ട്, നിരൂപണങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചെയ്യാതെ ഉണ്ട് ആ വസ്തുനിഷ്ഠമായിട്ട് ആ ഒരു ലിറിക്കിനെ എടുത്തിട്ടോ ആ കവിത എടുത്തിട്ടോ ആ ചിത്രത്തെ എടുത്തിട്ടോ ഒക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷേ ഈ ശാഖ മൃതപ്രായമാവുകയും ഇവിടെ ആരുമില്ല. TP ശാസ്തമംഗലമായിരുന്നു ഗാനത്തിനെക്കുറിച്ച് കുറേയൊക്കെ വിലയിരുത്തിയതും വിമർശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഒരു പക്ഷമൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ആളുകൾ എന്ത് എഴുതി വെച്ചാലും അദ്ദേഹം അതിനുടനെ തന്നെ വിമർശിക്കുമായിരുന്നു. ഞാൻ എൻ്റെ രവിവർമ്മ ചിത്രം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംഗമപ്പൂ വിടർത്തും എന്ന് പറയുന്ന സംഭവം, ഇങ്ങനെ ഒരു പൂവ് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് ആ പറയുന്നതൊക്കെ സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ അഭിപ്രായങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യം എങ്ങനെ നിരൂപണമെന്ന് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. സംഗമപ്പൂവ് എന്ന് പറയുന്നത് ഞാൻ 2 ആളുകൾ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലവർ ചെയ്യുന്ന മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിനെ കുറിച്ചാണ് ഞാൻ സങ്കല്പിച്ചെഴുതിയത്. എന്നെ അദ്ദേഹം വിമർശിച്ചാലും ഇല്ലെങ്കിൽ പോലും എഴുതുമ്പോൾ ഒരു എവിടെയോ ഒരു കൊളുത്തുള്ള പോലെ പിടിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ എഴുതിയ ശരിയല്ല, ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത അവസ്ഥയിൽ ചലച്ചിത്ര ഗാനശാഖ കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും
അപജയം കാരണം. ഈ ഗാനശാഖ മാത്രമല്ല, ചലച്ചിത്രം തന്നെ. ഇന്ന് മലയാള ചലച്ചിത്രത്തിൽ പാട്ട് എഴുതിയില്ലെങ്കിൽ അത് എനിക്ക് അഭിമാനമാണെന്ന് ഞാൻ പറയുന്നത്. ഈ അടുത്ത് നാടോടി മന്നൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ എനിക്ക് പാട്ട് എഴുതാനുണ്ടായിരുന്ന ഒരു അനുഭവം വന്നു. അന്ന് ഞാൻ പാട്ട് എഴുതിയ ഡയറക്ടർ ഓക്കെ ചെയ്തു. ഒരു 6 മാസത്തിന് ശേഷം റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ വിദ്യാസാഗർ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എന്നോട് അത് പാട്ട് മാറ്റി എഴുതണം എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് അതിൻ്റെ കോമഡി ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മലയാളം അറിയുമോ? ഡയറക്ടറാണ് ഇതിൻ്റെ ആൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നിഷേധിക്കുകയും ഈ പാട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാടോടി മന്നനിൽ പാട്ട് എഴുതാതെ ധൈര്യപൂർവ്വം തിരിച്ചു വന്ന ഒരാളാണ്. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായി വേണം.